നമുക്കറിയാം, താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചത് മുഴുവൻ പിൻവാതിലൂടെയാണ്. പാർട്ടി കൊടുക്കുന്ന ലിസ്റ്റാണ്. അല്ലാതെ പ്രകൃതി ദുരന്തത്തിലോ പ്രയാസം നേരിട്ടവരോ കുടുംബനാഥം മരിച്ചവരെയോ ഒരാളെ പോലും കേരളത്തിൽ പരിഗണിച്ചില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ എന്നുള്ളത് നോക്കുകുത്തിയാക്കി മാറ്റിയ ഒരു കാലം. ഇപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? CPM-ന്റെ പാർട്ടി ഓഫീസുകളിലാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അവിടെയാണ് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. പിൻവാതിലൂടെ നിയമിക്കുന്ന അവിടെയാണ്. പാർട്ടും പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ വില കയറ്റം ഒരു ഭാഗത്ത്, ജോലിയില്ല, വരുമാനമില്ലാത്ത മറ്റൊരു ഭാഗത്ത്. ഇവർക്കാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി കുപ്രസിദ്ധമായ നികുതി ഭാരം സർക്കാർ അടിച്ചേൽപ്പിക്കുന്നത്. ഈ പ്രയാസങ്ങൾ, ഈ പ്രതിസന്ധികൾ ജീവിക്കാൻ പാടുപെടുമ്പോഴാണ് കേരള സർക്കാർ 300% വീട്ടുനികുതി വർദ്ധിപ്പിക്കുന്നത്. ചരിത്രത്തിലില്ല 300%. അതിന് മന്ത്രി ന്യായീകരിച്ചത് എന്താണെന്നറിയോ? മറ്റു സംസ്ഥാനങ്ങളിലേക്കാളും കുറവാണ് കൂട്ടിയപ്പോഴുന്നാണ്. ഇതുപോലെ ന്യായീകരിക്കുന്ന ഒരു മന്ത്രിയെ കണ്ടിട്ടുണ്ടോ? കൂട്ടിയിട്ട വീടിനും നികുതി ഏർപ്പെടുത്തിയ കാലമാണ്. നമുക്കറിയാം, നമ്മുടെ ഭൂനികുതി, ആ ഭൂനികുതി 400%-ലധികം കൂട്ടിയപ്പോ ഗവൺമെന്റ് ന്യായീകരണം പറഞ്ഞത് കുറെ വർഷമായി ഭൂനികുതി പരിഷ്കരിച്ചിട്ട്, അതുകൊണ്ട് അത് പരിഷ്കരിക്കാൻ വേണ്ടിയാണെന്നാ പറഞ്ഞത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏകോപന സമിതി യോഗത്തിൽ ഞങ്ങൾ 3 ദൗത്യം പ്രഖ്യാപിച്ചു. ഒന്ന്, മിഷൻ 2024, മിഷൻ 2025, മിഷൻ 2026. ദൗത്യം 2024, 25, 26. അതിൽ 2024-ലെ ചരിത്രപരമായ രാഷ്ട്രീയ ദൗത്യമായി പ്രഖ്യാപിച്ചത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷം സീറ്റുകൾ വാങ്ങി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനകരമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കാൻ കഴിയണം. 2024-ലെ ചരിത്രപരമായ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി 20 സീറ്റിൽ 18 സീറ്റിലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തോടെ ഈ ആലപ്പുഴ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ ശ്രീ KC വേണുഗോപാൽ, AICCയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള ഞങ്ങളെല്ലാം വിസ്മയകരമായ ഭൂരിപക്ഷത്തോടെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മിഷൻ 2025, ദൗത്യം 2025. യഥാർത്ഥത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ആപത്ത് കാലമാണ് എന്നതാണ് അതിന്റെ സത്യം. കഴിഞ്ഞ 10 വർഷക്കാലം കേരള ചരിത്രത്തിലെ തന്നെ ഒരു ഡാർക്ക് ഏജ് ആണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ആ ഇരുണ്ട കാലഘട്ടത്തിനെ മാറ്റി നിർത്തി ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു പുതുയുഗത്തെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കേരള സമൂഹത്തിന് മുമ്പിൽ വാഗ്ദാനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ യാത്രകളിൽ, കഴിഞ്ഞ സമ്മേളന സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഈ ജാഥ ക്യാപ്റ്റന്റെ സംഭാഷണം ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ഗവൺമെന്റിന്റെ കോട്ടങ്ങളെ കുറിച്ച്, കേരള സമൂഹം നേരിട്ട പ്രതിസന്ധികളെ കുറിച്ച് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം സംസാരിക്കുകയുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം ഇനി വരാനിരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ദിശാബോധം കൂടി നൽകിക്കൊണ്ടാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ ജാഥ കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളുടെ കണ്ടന്റ് അതാണ്. നമ്മൾ ജയിച്ചേ മതിയാവും. അവരുടെ അഭിലാഷം ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗ പിറവിക്ക് കേരളത്തിൽ തുടക്കമിടണം എന്നാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഈ ഭരണകൂടം നമ്മുടെ കേരളത്തെ എല്ലാ രംഗത്തും തകർത്തു തരിപ്പണമാക്കി. അത് കേരളത്തിലെ ജനജീവിതങ്ങളെ ബാധിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന തലമുറയെ അത് ബാധിക്കുന്ന തരത്തിലായി മാറിയിരിക്കുന്നു. നമ്മളത് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാണ്. ഒരു നാടിന്റെ ഘടന, അതിന്റെ നട്ടൽ എന്ന് പറയുന്നത് നാടിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. അങ്ങനെ നോക്കിയാൽ കേരളം നട്ടല് തകർന്ന് കിടക്കുകയാണ്.
അടുത്ത മാസം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. ഒരു സംശയം വേണ്ട കാര്യം. പക്ഷേ പോകുന്ന പോക്കിൽ കേരളത്തിന്റെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, ഇതെല്ലാം ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ഇന്നലെ കേരളത്തിലെ ധനകാര്യമന്ത്രി പറയാൻ കേരളത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണ്. എന്തൊരു തൊലിക്കെട്ടിയാണ് ആ മനുഷ്യന് ഇത് പറയാൻ. 5 മാസമായി ട്രഷറിയിൽ ഒരു ബില്ല് പാസ്സാവില്ല. 10 ലക്ഷത്തിന് മേലുള്ള ബില്ല് കൊടുക്കാൻ പറ്റില്ല. 10 ലക്ഷത്തിൽ താഴെയുള്ള ബില്ല് മേടിച്ചു വയ്ക്കും, കൊടുക്കൂല, ഒരു പൈസ കൊടുക്കൂല. നിങ്ങൾ ലോക്കൽ ബോഡി പ്രസിഡന്റുമാരോട് ചോദിച്ചു നോക്ക്, പഞ്ചായത്തിൽ കുഞ്ഞു പറ്റിയാൽ അതിന്റെ ബില്ല് കൊടുക്കാൻ പറ്റില്ല. അതാണ് സ്ഥിതി. ഇത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ ബാധിക്കുകയാണ്. ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് 1-ാം സ്ഥാനത്തെ പറ്റി പറയാം. കേരളത്തിന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1-ാമത്തെ സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ 12 മാസമായി ആ 1-ാം സ്ഥാനം പിണറായി വിജയൻ വേറെ ഒരു സംസ്ഥാനത്തിനും വിട്ടുകൊടുക്കില്ല. മാർക്കറ്റിൽ ഇടപെടില്ല. മാർക്കറ്റിൽ ഇടപെടണമെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് പണം കൊടുക്കണം. കോടികളാണ് കൊടുക്കാനുള്ളത്. അവരെങ്ങനെ മാർക്കറ്റിൽ ഇടപെടുന്നത്? ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല, ഡോക്ടർമാര് മരുന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. എന്താ കാര്യം? മരുന്ന് വിതരണം ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. പെൻഡിംഗ് ആണ് ബില്ല്. അതാണ് സാമ്പത്തിക നില ഭദ്രം. നാം മരുന്നിന്റെ കാശെങ്ങനെ കൊടുക്കൂല, കാശില്ല. വൈദ്യുതി ബോർഡ് കേട്ടോളാം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ ലാഭത്തിലാക്കി 22 പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുക്കും ആദ്യമായി. ശരിയല്ലേ? നമ്മൾ ലാഭത്തിലാക്കി ഇറങ്ങിപ്പോകുന്നു 2016. ഇപ്പൊ വൈദ്യുതി ബോർഡിന്റെ കടത്തിൽ എങ്ങനെയാവും? ഞെട്ടരുത്. 50,000 കോടി അത്ര പറ്റിയുള്ളൂ. ഇപ്പോ 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി, 5ാമത് കൂട്ടാൻ എഴുതി കൊടുത്തിട്ട് അവിടെ പോയിരിക്കുന്നു. KSRTC നോക്കിക്കോളാം. ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ 47,000 പേരാണ് ജീവനക്കാർ. ഇപ്പൊ എത്രയാണ്? 22,000 പേർ. അന്ന് നടത്തിയിരുന്ന ഷെഡ്യൂളുകൾ 5,000. ഇപ്പൊ നടത്തുന്നത് 2,000. ഏതാ ഇരുണ്ട യുഗം? കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ചോദിച്ചു നോക്ക്, പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. 7 ക്ഷേമനിധികൾ തകരുകയാണ്. വാട്ടർ അതോറിറ്റി പൈസയില്ല. എല്ലായിടത്തും റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. ജലജീവൻ മിഷൻ കൊടുക്കാൻ പൈസയില്ല. എല്ലാ സ്ഥാപനങ്ങളും തകർത്തു. ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി ഈ സ്ഥിതിയിലാക്കി. ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുക. അതാണ് സ്ഥിതി. ഒന്നുമില്ല, ഒരു സാധനം ബാക്കിയില്ല. എന്നിട്ട് പ്രഖ്യാപനങ്ങളാണ്. ഞങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഞങ്ങളാണ് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത്. സമ്മതിക്കണം. ഉമ്മൻചാണ്ടി വിഴിഞ്ഞം തുറമുഖം പ്രഖ്യാപിക്കുമ്പോ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഈ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ് വിഴിഞ്ഞം, അല്ലേ? ആകെ 7,500 കോടി രൂപയുടെ പദ്ധതിയാണത്. ദേശാഭിമാനി പത്രത്തിന്റെ അന്നത്തെ ഞാനിപ്പോ ഫ്രണ്ട് പേജ് എന്താ പറയാ? കടൽ കൊള്ള. എന്നിട്ട് ആ വിഴിഞ്ഞം യാഥാർത്ഥ്യമായപ്പോൾ ഞങ്ങളുടെയാണെന്ന് പറയാൻ 8 മമ്മൂന്ന് നേരത്തെ കണ്ടിരുന്നെങ്കിൽ ആരോട്ട് വരും പറയുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കി. നമ്മുടെ കാലത്ത് ഗെയിൽ പൈപ്പ് ലൈൻ ഗ്യാസ് കൊണ്ടുപോകാനാണ്. അതിടുമ്പോ CPM സമരം ചെയ്തു. എന്നിട്ട് ഒരാൾ പറഞ്ഞു, ഗ്യാസാണല്ലോ, ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ്. ആ ആളിപ്പോൾ പിണറായി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയാണ്, P. രാജീവ്. എന്നിട്ട് ഗെയിൽ ഞങ്ങൾ പൂർത്തിയാക്കി. കൊച്ചി മെട്രോക്കെതിരായി സമരം നടത്തി CPM.
എന്നിട്ട് പറയാ കൊച്ചി മെട്രോ ഞങ്ങളാണ്. എങ്ങനെയുണ്ട്? ഇവരെന്താ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല, നാശമാക്കി കേരളത്തെ. എന്നിട്ട് ഇവരെല്ലാം ശരിയാക്കിയെന്ന് ഒരു ബോർഡ് വെച്ചിരിക്കുകയാണ് കേരളം മുഴുവൻ. നമുക്ക് പറയാനുള്ളത്, നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല, ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. ഇവരെവിടെ പരാജയപ്പെട്ടു അവിടെ നമുക്ക് വിജയിക്കണം. ഇവരെവിടെ കേരളത്തെ തകർത്തു അവിടെ നമുക്ക് നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കണം. ഇവർ തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കും. കഴിഞ്ഞ 2 വർഷക്കാലമായി കഠിനാധ്വാനം നടത്തി സമഗ്രമായ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം തേടി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും നടത്താത്ത തയ്യാറെടുപ്പോടുകൂടി സർവസന്നാഹത്തോടുകൂടിയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വരുന്നത്. ബദൽ പരിപാടികൾ, ഈ സംസ്ഥാനത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപരമായ നികുതി ഭരണം കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ കൊണ്ട്, ഖജനാവിന്റെ ചോർച്ച നിറഞ്ഞ് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ജനങ്ങളെ ഉപദ്രവിക്കാതെ നമ്മൾ പൂച്ച പെറ്റുകിടക്കുന്ന ഈ ഖജനാവ് പണം കൊണ്ട് നിറയും. അതാണ് ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലി. എന്നിട്ട് വേണം പറയാൻ, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവരുടെ സങ്കടങ്ങൾ മാറ്റും, അവരുടെ കണ്ണീരൊപ്പും, അവരുടെ ജീവിത നിലവാരം ഉയർത്തും. നാളെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. 1.5 കൊല്ലം മുമ്പ് പ്രതിപക്ഷം പറഞ്ഞതാണ്. ക്ലിയറായില്ലേ? വെന്റിലേറ്ററിൽ കിടന്ന് ഊർജ്ജശ്വാസം വലിക്കുകയാണ് ആരോഗ്യ കേരളം. 5 വർഷമായിട്ട് വയറ്റ് കത്രിക കിടക്കുന്ന കേസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറുപടി കേൾക്കാം, ഈ അവർ 60 കൊല്ലം കിടന്നാലും കുഴപ്പമില്ല. ഇവരുടെ ആരെങ്കിലും വയറ്റിലായിരുന്നെങ്കിലോ ഒരു കൊച്ച് കളിക്കലാണ്, 4 പാലക്കാട് കളിച്ചപ്പോൾ വീടിന് ചെറിയ പരിക്കേറ്റു, ആശുപത്രി കൊണ്ടുപോയി. അത് ഇൻഫെക്ഷൻ ആക്കി, വളമാക്കി, കൈ മുറിച്ചു മാറ്റി. ആ കുഞ്ഞമ്മയുടെ കൂടെ ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ കുഞ്ഞ് ചോദിക്കാണ് അമ്മയോട്, എൻ്റെ കൈ അവിടെ പോയത്. കേട്ടിട്ട് നമ്മുടെ ചങ്ക് പൊട്ടിപ്പോയി. അതിനൊരു യന്ത്രക്കൈ വെച്ചു കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ക്രൂരന്മാരുടെ മനസ്സുള്ളവരാണ് ഈ തിരുവനന്തപുരത്ത് ഭരിക്കുന്ന ആള്. മനസ്സാക്ഷി ഇല്ലാത്തവർ. പ്രതിപക്ഷമാണ് ആ കുഞ്ഞിന് കൈവച്ച് കൊടുത്തത്. ആലോചിച്ച് നോക്കിയേ. ഇവർ വെന്റിലേറ്ററിൽ കിടന്നിരിക്കുന്ന ആരോഗ്യ കേരളത്തെ നമുക്ക് ആരോഗ്യമതിയാക്കി കേരളത്തിലൂടെ നടത്താം. നമ്മൾ എന്താ ചെയ്തത്? ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ചു. 300ഓളം ഡോക്ടർമാരുടെ രാജ്യത്തിനകത്തും പുറത്തുള്ളവരുടെ ഹെൽത്ത് കോൺക്ലേവ് നടത്തി. 600ഓളം ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചൊരു രേഖ കോഴിക്കോട് പ്രകാശനം ചെയ്തു. ആ രേഖ കേരളത്തിൽ നമ്മൾ യാഥാർത്ഥ്യമാക്കി. അത് ചെയ്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ നേടി കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി നമ്മുടെ കേരളം മാറും. നമ്മൾ തൃശ്ശൂരിൽ വിദ്യാഭ്യാസ രേഖ അവതരിപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ 40-50 ലക്ഷം രൂപ ചെലവാക്കി കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുന്നു, പ്രോഗ്രാമുകൾ തേടി. ഞാൻ നിങ്ങളോട് പറയുന്നു, UDF വരുമ്പോൾ അവർ കാനഡയിലും ജർമ്മനിയിലും UK-യിലും ഓസ്ട്രേലിയയിലും യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ആരംഭിക്കും. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കും. പഠിച്ചു പുറത്തു വരുമ്പോൾ ഒന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം, അതിനായുള്ള സമഗ്രമായ ഒരു തൊഴിൽ സംരംഭ പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ അവതരിപ്പിക്കും. ചരിത്രത്തിലാദ്യമായി കാർഷിക മേഖല, നെല്ല്, നാളികേരം, റബ്ബർ എല്ലാത്തിനും മാന്യമായ വില നൽകും. നല്ല കാർഷിക പാക്കേജ് ഉണ്ടാക്കും. കർഷകരെ രക്ഷിക്കും. ക്ഷീര കർഷകരെ ചേർത്ത് നിർത്തും. ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്കൊരു സ്വപ്നതുല്യമായ പദ്ധതിയുണ്ട്. നമുക്ക് 600 കിലോമീറ്റർ ദൂരം കടലാണ്. പ്രകൃതിയുടെ വരദാനമാണ്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളുണ്ട്. ഒരു കണ്ടെയ്നർ ടെർമിനലുണ്ട്. 17 മിനി തുറമുഖങ്ങളുണ്ട്.
എല്ലാത്തിനെയും സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കും. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% അതിന്റെ 4/1 ചെലവിൽ കടലിലൂടെ പോകും. റോഡ് ഫ്രീ ആവും. രണ്ടാം ഘട്ടം ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് വരും. മൂന്നാം ഘട്ടം നദികളുമായി സംയോജിപ്പിച്ചുള്ള ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള സ്വപ്നതുല്യ പദ്ധതി. ഒരു കാര്യം കൂടി പറയുന്നു, ആ പദ്ധതി നടപ്പാകുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തീരപ്രദേശത്തെ താമസിക്കുന്ന പാവങ്ങളുടെ മക്കൾക്ക് 1/3 സംവരണം കൊടുക്കും ജോലി. പാവങ്ങൾ